ആരോഗ്യവാണി. ആരോഗ്യവാണിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പൊതുജന ആരോഗ്യ മേഖലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പ്രാദേശിക സംസ്കാരങ്ങളും സംവിധാനങ്ങളും കൂട്ടിയിണക്കിയ തനതായ ചികിത്സാ സമ്പ്രദായം. അതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നത് ആയുർവേദമാണ്. ഭാരതീയ ചികിത്സാ വകുപ്പ് നൽകിവരുന്ന സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാൻ ആരോഗ്യവാണിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഭാരതീയ ചികിത്സാ വകുപ്പ് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലത എസ്. നമസ്കാരം ഡോക്ടർ, ആരോഗ്യവാണിയിലേക്ക് സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തിനും രോഗശാന്തിക്കുമൊക്കെയായി പരമ്പരാഗത ചികിത്സാ രീതികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ. അവിടെയാണ് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ പ്രസക്തി. ഭാരതീയ ചികിത്സാ വകുപ്പിനെക്കുറിച്ചും അതിന് കീഴിൽ വരുന്ന വിവിധ ചികിത്സാ ശാസ്ത്രത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ മാം? ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന വിഷയങ്ങൾ ആയുർവേദ ചികിത്സയാണ് നമ്മൾ ഭാരതീയ ചികിത്സാ വകുപ്പ് മുഖേന നമ്മുടെ നാട്ടിൽ നൽകി വരുന്നത്. ഇത് ആയുഷ് വകുപ്പ് എന്ന പേരിലാണ് നമ്മുടെ വകുപ്പ് രൂപീകൃതമായിട്ടുള്ളത്. അതിൽ ഹോമിയോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്, നാച്ചുറോപ്പതിയുണ്ട്, യോഗയുണ്ട്. ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ തനതായി വികസിച്ചു വന്ന ശാസ്ത്രശാഖകളും ഹോമിയോപ്പതിയുമാണ് ഈ ആയുഷ് വകുപ്പിൻ്റെ കീഴിൽ നമ്മളിന്ന് സേവനം നൽകി വരുന്നത്. പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നതാണ് ആയുർവേദ ചികിത്സ. ആധുനിക കാലഘട്ടത്തിലും ആയുർവേദത്തിന്റെ പ്രസക്തി ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്ന് വേണം പറയാനല്ലേ? ആയുർവേദം അഥവാ ആയുസ്സിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഭാരതത്തിൽ രൂപപ്പെട്ട് പ്രയോഗത്തിലിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണല്ലോ. ഇന്നതിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്നിൻ്റെ പരിതസ്ഥിതിയും കൂടെ പറയേണ്ടതുണ്ട്. അതായത് ആയുർവേദം ഉടലെടുത്ത് വികസിച്ചു വന്ന സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ പരിതസ്ഥിതിയല്ല ഇന്നുള്ളത്. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, നിയന്ത്രിതമെന്ന് കരുതിയ ഒരുപാട് പാർശ്വവ്യാധികളുടെ തിരിച്ചുവരവ്, അതുപോലെ പുതിയ തരം പാർശ്വവ്യാധികളുടെ വരവ്, ജനപ്പെരുപ്പം, അതുപോലെ തന്നെ ശുദ്ധജലത്തിൻ്റെ പരിമിതി, അന്തരീക്ഷ ജലഭൂമി മലിനീകരണം, വർദ്ധിച്ച ചികിത്സാ ചെലവ്, മാറിയ ജീവിത സാഹചര്യങ്ങൾ, രോഗാതുരത, അതുപോലെ തന്നെ കുട്ടികളുടെ, പെൺകുട്ടികളുടെ, പ്രായമായവരുടെ, ഭിന്നശേഷിക്കാരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, ഇങ്ങനെ സവിശേഷ ശ്രദ്ധമായ ആവശ്യമായവരുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, മറ്റ് ആസക്തിജന്യമായ രോഗങ്ങൾ, ഇങ്ങനെ സങ്കീർണമായൊരു മേഖലയാണ് ഇപ്പം ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. ഈ ശാസ്ത്ര സാങ്കേതിക മികവുകളോടെ ഇവിടെ ആധുനിക വൈദ്യശാസ്ത്രം നിലനിൽക്കുമ്പോഴും ഈ പ്രാചീന ശാസ്ത്രമായ ആയുർവേദത്തിൻ്റെ ഇടപെടലുകൾ ആവശ്യമാകുന്നത് എന്തുകൊണ്ട് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ. ഇപ്പോൾ ഈ ആയുർവേദ സംഹിതകളിൽ ഈ ശാസ്ത്രത്തിൻ്റെ പ്രസക്തിയുടെ പരിധിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ ചരക സംഹിതയിലുമൊക്കെ തദിതം ശാശ്വതം എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് അർത്ഥമാക്കുന്നത് ഈ ശാസ്ത്രം ഉടലെടുത്ത ഇവിടെ ഇതിൻ്റെ പ്രസക്തി ശാശ്വതമാണെന്നാണ്. നമ്മൾ ആരോഗ്യതരത്തിൽ മനുഷ്യവംശ ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിക്കുകയാണെങ്കിൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് പിൻപ് ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കാൻ സാധിക്കും. അതായത് 10,000 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ തേടി നടന്ന് എന്തെങ്കിലും പറിച്ച് കഴിക്കുക, അല്ലെങ്കിൽ കുഴിച്ചെടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ നായാടി കഴിക്കുക. ഇതായിരുന്നു 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10,000 വർഷങ്ങളെ ആയിട്ടുള്ളൂ നമ്മൾ കൃഷി ചെയ്തും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ മാംസത്തിനും പാലിനും മുട്ടയ്ക്കൊക്കെ വേണ്ടി പക്ഷിമൃഗാദികളെ വളർത്താനും ഒക്കെ തുടങ്ങിയിട്ട്. ആ ജീവിതശൈലി തന്നെയാണ് നമ്മളിപ്പോഴും പിന്തുടർന്നു പോരുന്നത്. ഈ ജീവിതശൈലി നിലനിൽക്കുന്നിടത്തോളം കാലം ആയുർവേദത്തിന് പ്രസക്തി ഉണ്ട് എന്നാണ് ഈ ചരക സംഹിതയിൽ തദിതം ശാശ്വതം എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആധുനിക ശാസ്ത്രം പ്രശ്നങ്ങളെ വിഘടിച്ച് വിശകലനം ചെയ്ത് പരിഹാരം ആരായുന്നൊരു ശാസ്ത്രമാണ്. ഇപ്പോൾ ആയുർവേദം ഉരുത്തിരിഞ്ഞു വന്ന കാലത്ത് അങ്ങനെ വിശകലനം ചെയ്യുന്നതിനുള്ളൊരു സാങ്കേതികത ഇല്ലായിരുന്നു. എങ്കിലും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ അന്നും ആരായുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രോഗിയുടെ പ്രശ്നത്തെ സമഗ്രമായി മനസ്സിലാക്കാനുള്ള ഒരു നൈപുണ്യം സ്വായത്തമാക്കുക എന്നുള്ളതാണ് അന്നത്തെ വൈദ്യജ്ഞാനത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ചികിത്സയിൽ രോഗിയെ സംബന്ധിച്ച സങ്കീർണത ഈ ശാസ്ത്രത്തിന് ഉൾക്കൊള്ളാനായി എന്നതാണ് ഈ സമീപനത്തിൻ്റെ ഒരു സവിശേഷത.
അതുതന്നെയാണ് ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ സങ്കീർണമായ പരിതസ്ഥിതിയിൽ ആയുർവേദത്തിന് ഇടപെടൽ കൊണ്ടുള്ള പ്രസക്തിയും മെച്ചവും എന്ന് പറഞ്ഞത്. അപ്പം ആയുർവേദ ശാസ്ത്രത്തെ സംബന്ധിച്ച് എന്തെല്ലാം ചോദ്യങ്ങൾ വന്നാലും ഈ പ്രസക്തി നിലനിൽക്കും, ഈ ജീവിതശൈലി തുടരുന്നിടത്തോളം കാലം എന്നാണ് നമ്മുടെ സംഹിതകളിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29 ദേശീയ ആയുർവേദ ദിനമായി ആചരിക്കുകയുണ്ടായി. ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മുടെ വ്യവസ്ഥാപിത ആരോഗ്യ സംവിധാനത്തിൽ ഒരു അംഗീകൃത വൈദ്യശാഖയായിട്ട് പ്രവർത്തിച്ചു വരികയാണല്ലോ. അപ്പോൾ 2016 മുതൽ എല്ലാ വർഷവും ആയുർവേദത്തിലെ അപൂർവ വൈദ്യൻ എന്ന് കരുതിയിട്ടുള്ള പൂർവ്വ ഭിഷഗ്വരനായ ധന്വന്തരിയുടെ ജന്മദിനമായ ധൻതേരസ്, അതായത് കാർത്തിക മാസത്തിലെ 13-ാം തീയതി, അത് ദേശീയ ആയുർവേദ ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. നമ്മൾ ഈ ഒക്ടോബർ 29-ാം തീയതി 9ാമത്തെ ദേശീയ ആയുർവേദ ദിനം വിവിധ ജനസമ്പർക്ക പരിപാടികളോടെ കോഴിക്കോട് ജില്ലയിലും ആചരിക്കുകയുണ്ടായി. ആയുർവേദ ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിൻ്റെ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം ഈ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് അതിൻ്റെ ഇൻഫർമേഷൻ എത്തിക്കുക എന്നുകൂടിയാണ്. ഇത്തവണ ലോകാരോഗ്യത്തിന് ആയുർവേദത്തിൻ്റെ നൂതന രീതികൾ എന്നായിരുന്നു ഇത്തവണത്തെ വിഷയമേഖല. സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ, LSG ഫണ്ട്, ദേശീയ ആയുഷ് ദൗത്യത്തിൻ്റെ ഫണ്ട്, ഇവ മുഖേന ഭാരതീയ ചികിത്സാ വകുപ്പിൽ നടത്തിവരുന്ന പദ്ധതികളെ സംബന്ധിച്ച നിരവധി ജനസമ്പർക്ക പരിപാടികളാണ് നമ്മൾ ഈ വർഷം ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലുടനീളം നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങളെക്കുറിച്ചും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്പെഷ്യാലിറ്റി സേവനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും വിശദമാക്കാമോ? ആയുർവേദത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് 91 ആയുർവേദ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 82 ആയുർവേദ ഡിസ്പെൻസറികളും 9 ആയുർവേദ ആശുപത്രികളുമുണ്ട്. ഈ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ സർക്കാരിൻ്റെ വിധങ്ങളായിട്ടുള്ള പദ്ധതികൾ മുഖേനയുള്ള ചികിത്സകൾ നൽകി വരുന്നുണ്ട്. ഇതിൽ സ്പെഷ്യാലിറ്റി ചികിത്സകളും ഉണ്ട്, ജനറൽ മെഡിസിനുമുണ്ട്. ആയുർവേദത്തിലെ സ്പെഷ്യാലിറ്റി ചികിത്സകൾ എന്ന് പറഞ്ഞാൽ ആയുർവേദം 8 അംഗങ്ങൾ ഉള്ളതായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ കായ ചികിത്സ ആണ് ജനറൽ മെഡിസിൻ എന്ന വിഭാഗത്തിൽ നമ്മൾ നൽകി വരുന്നത്. ഇത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ ആയുർവേദ സ്ഥാപനങ്ങൾക്കൂടെയും നമ്മൾ കായ ചികിത്സാ വിഭാഗത്തിലൂടെയുള്ള സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ബാലചികിത്സ അഥവാ കൗമാരഭൃത്യം എന്ന് പറയുന്ന പീഡിയാട്രിക്സ് എന്ന വിഭാഗമാണ്. പിന്നെ ഉള്ളത് മാനസിക രോഗ ചികിത്സയാണ്. പിന്നെ ശാലാക്യതന്ത്രം എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി, അതിലാണ് ENT, ഒഫ്താൽമോളജി ഇതൊക്കെ വരുന്നത് ശാലാക്യതന്ത്രത്തിലാണ്. ശല്യതന്ത്രമുണ്ട്, അതിലാണ് സർജിക്കൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഓർത്തോപീഡിക് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ശല്യ വിഭാഗത്തിൽപ്പെടുന്നു. ഇതുകൂടാതെ വിഷചികിത്സയുണ്ട്. ഈ വിഷചികിത്സയിലാണ് നമ്മൾ ടോക്സിൻസ് മുഖേനയുള്ളതും അതുപോലെ തന്നെ അലർജിക് ആയിട്ടുള്ള സ്കിൻ ഡിസീസസ്, ഇതെല്ലാം വിഷചികിത്സയിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മുഖേന നൽകി വരുന്നുണ്ട്. നമുക്കിപ്പോൾ നൽകി വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പദ്ധതി എന്ന് പറയുന്നത്. ഇതിനെ കൗമാരഭൃത്യം പദ്ധതി എന്ന് വിളിക്കുന്നു. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നൽകി വരുന്നത്. ഇത് ഇപ്പോൾ കോഴിക്കോട്ട് പുറക്കാട്ടിയിലുള്ള AC ഷൺമുഖദാസ് മെമ്മോറിയൽ ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് കെയർ സെൻറ്റർ മുഖേനയും അതുപോലെ തന്നെ വടകര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി മുഖേനയുമാണ് ഇപ്പോൾ അത് നൽകി വരുന്നത്. ഇതുകൂടാതെ ദൃഷ്ടി എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് 30% സ്കൂൾ വിദ്യാർത്ഥികൾ കാഴ്ച സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുള്ള പഠനത്തിൽ നിന്നാണ് നമ്മൾ ഇത്തരമൊരു പദ്ധതി രൂപം കൊടുത്തിട്ടുള്ളത്. അത് ഇവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും എല്ലാം ബാധിക്കുന്നു എന്ന് കണ്ടിട്ട് ഈ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സാ പ്രതിരോധ ബോധവൽക്കരണ പരിപാടികളാണ് ഈ ദൃഷ്ടി പദ്ധതിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ അരുണിമ എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ വിളർച്ചാ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, പരിഹാരങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഉദ്ദേശിച്ചിട്ടുള്ള അരുണിമ എന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതുകൂടാതെ ആയുർവിദ്യ, ആയുസ്സിനും ആരോഗ്യത്തിനും ഹിതമായ ജീവിതശൈലി. ആയുർവേദത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് സുഖായുസ്സും ഹിതായുസ്സും. നമ്മൾ സാധാരണ സുഖത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടാനാണ് കൂടുതലും, അതിനുള്ള ടെൻഡൻസിയാണ് മനുഷ്യർക്ക് പൊതുവെ ഉള്ളത്. ഇന്ന് അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇതിൽ നിന്ന് മാറി കുട്ടിക്കാലം മുതൽക്കേ അവരിൽ ഹിതമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും വേണ്ടി ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ആയുർവിദ്യ എന്ന പേരിൽ. ഇത് നാഷണൽ ആയുഷ് മിഷൻ്റെ ഫണ്ടിങ് മുഖേന നടത്തി വരുന്ന പദ്ധതിയാണ്. ഇതുപോലെ തന്നെ സ്പന്ദനം,
ഇത് ജില്ലാ പഞ്ചായത്ത് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇത് പുറക്കാട്ടിരി പറഞ്ഞ സ്ഥാപനത്തിലാണ് നമ്മൾ നടത്തി വരുന്നത്. ഇത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക് അവരുടെ ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് 9 സെൻറ്ററുകളിലായിട്ട് ജില്ലയിലുടനീളവും അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നും എല്ലാം ഇവിടെ കുട്ടികൾ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഇത് കേരളത്തിലെ തന്നെയല്ല, ഇന്ത്യയിലെ തന്നെയും സർക്കാർ ആയുർവേദ മേഖലയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം ഡിവോട്ട് ചെയ്തിട്ടുള്ള ഏക സ്പെഷ്യാലിറ്റി സെൻ്ററാണെന്നുള്ള സവിശേഷതയും കൂടിയുണ്ട്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഗർഭിണികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുള്ള ഒരു പദ്ധതിയാണ് പ്രസൂതി ആൻഡ് സ്ത്രീരോഗ പദ്ധതി എന്ന് പറയുന്നത്. അത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അവരുടെ ആരോഗ്യ ശാക്തീകരണം, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപൂർണ്ണമായ ഗർഭകാല ചര്യകൾ, അതുപോലെ തന്നെ പ്രസവകാല പരിചരണം, നവജാത ശിശുവിൻ്റെ പരിചരണം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ളതാണ് പ്രസൂതി പദ്ധതി എന്ന് പറയുന്നത്. ഇത് നമുക്ക് നിലവിലെ നൊച്ചാട് ആയുർവേദ ആശുപത്രിയിലാണ് ഇതിൻ്റെ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ബീച്ച് ബട്ട് റോഡിലാണല്ലോ. ഇവിടെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണ്? ജില്ലാ ആയുർവേദ ആശുപത്രി ജനറൽ മെഡിസിൻ മാത്രമാണ് അതിൻ്റെ. അതുപോലെ തന്നെ ഈ ശല്യ ചികിത്സയ്ക്കുള്ളതുണ്ട്. അതുപോലെ ക്ഷാരസൂത്രം എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്. അവിടെ സർജിക്കൽ മാനേജ്മെൻറ്റ്, അതായത് ഏനോറെക്ടൽ കേസസിനുള്ള സർജിക്കൽ മാനേജ്മെൻറ്റിനുള്ള പദ്ധതിയാണ് ക്ഷാരസൂത്ര പദ്ധതി എന്ന് പറയുന്നത്. മാനസികാരോഗ്യ പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളൊക്കെ അവിടെയുണ്ട്. ദീർഘകാലം ചികിത്സ ആവശ്യമുള്ള രോഗങ്ങളാണല്ലോ ജീവിതശൈലി രോഗങ്ങൾ. അത് ആയുർവേദത്തിലൂടെ നേരിടാനുള്ള പദ്ധതികളും മരുന്നുകളും ഒക്കെ ഉണ്ട്. നമുക്ക് NCD ക്ലിനിക്കുകളെന്നും പറഞ്ഞിട്ട് ജില്ലയിലെ എല്ലാ ആയുർവേദ സ്ഥാപനങ്ങളിലും ആഴ്ചയിലൊരു ദിവസം ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയ്ക്കും പ്രതിരോധ ബോധവൽക്കരണത്തിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. NCD ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് അത് എല്ലാ ആശുപത്രികളിലും എല്ലാ ഡിസ്പെൻസറികളിലും നിലവിൽ നടന്നു വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ ബോധവൽക്കരണ ക്യാമ്പയിനുകളിലും ഈ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള സ്ക്രീനിങ്ങും ബോധവൽക്കരണവും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വേറൊരു പദ്ധതിയാണ് ആയുഷ് ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി. അത് നാഷണൽ ആയുഷ് മിഷൻ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. നമ്മുടെ വകുപ്പിൽ മുഖാന്തരം നടത്തുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തെ മുഴുവൻ ആയുഷിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആയുർവേദത്തിൻ്റെ കുടക്കീഴിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ നടപ്പിലാക്കുന്നൊരു പദ്ധതിയാണ്. അതിനകത്ത് കുട്ടികൾക്കുള്ള സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമുണ്ട്, അവർക്കുള്ള ബോധവൽക്കരണ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ബോധവൽക്കരണമുണ്ട്. അതുപോലെ യോഗ ജീവിതചര്യയിൽ കൊണ്ടുവരുന്നതിനുള്ള യോഗ പരിപാടികളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ആയുഷ് ഗ്രാമം എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ലിവിങ് ഒരു ഗ്രാമത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനുള്ള ഒരു സമഗ്രമായൊരു പദ്ധതിയാണ് ഈ ആയുഷ് ഗ്രാമം എന്ന് പറയുന്നത്. പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് അവരിൽ നിന്നുമുള്ള ഫീഡ്ബാക്കും കൂടി എടുത്തിട്ട് ഏറ്റവും താല്പര്യത്തോടെ വരുന്ന LSGD പഞ്ചായത്തുകളിൽ നിന്നായിരിക്കും ഏതെങ്കിലും ഗ്രാമങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ തന്നെയും സൗജന്യമായി തന്നെയാണ്? അതെ, സൗജന്യമായിട്ടാണ്. പദ്ധതി എന്ന് പറയുമ്പോൾ അതിനകത്ത് മരുന്നിനുള്ള പരിപാടിയുടെ ബോധവൽക്കരണവും ചികിത്സയും അതിൻ്റെ പ്രതിരോധത്തിനുള്ള മരുന്നുകളും വരാതിരിക്കാനുള്ള മരുന്നുകളും എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ ഡെവലപ്മെൻറ്റ്, ഡേറ്റ മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നാണ് ഒരു പദ്ധതി എന്ന് പറയുന്നത്. അധികം ആർക്കും അറിയാത്ത മേഖലയാണ് സ്പോർട്സ് ആയുർവേദ. സ്പോർട്സിൽ ആയുർവേദത്തിൻ്റെ പങ്കിനെക്കുറിച്ചും കിസാർ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നു. അതിനെക്കുറിച്ചും ഒന്ന് പറയാമോ? ഏകദേശം ഒരു 10ഓളം വർഷമായി നമ്മൾ സ്പോർട്സ് ആയുർവേദ രംഗത്ത് ഭാരതീയ ചികിത്സാ വകുപ്പ് പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിസാറിലാണ്. അഡ്മിറ്റഡ് കേസസ് നമ്മൾ അതിൻ്റെ ഒരു ടെർഷ്യറി സെൻ്ററായിട്ട്, അതിൻ്റെ ഒരു ട്രെയിനിങ് സെൻ്ററായിട്ട് എല്ലാം കണ്ടിരിക്കുന്ന, അതിൻ്റെ ഡേറ്റ ഡെവലപ്മെൻറ്റും മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് അതിനെ നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ സ്പോർട്സ് ആയുർവേദ എന്ന് പറയുന്നത് ഇപ്പം അതൊരു വലിയൊരു ബ്രാൻഡഡ് മെഡിസിൻ ആയിട്ടുണ്ട്. സ്പോർട്സ് ആയുർവേദ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഏത് മീറ്റ് നോക്കിയാലും അവിടെ സ്പോർട്സ് ആയുർവേദയുടെ ഒരു ടീം ഉണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ സ്കൂൾ ഗെയിംസ്, അവിടെയും ഇതിൻ്റെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വളരെ വേഗത്തിലുള്ള അതിൻ്റെ പെയിൻ റിലീവിങ്ങിനുള്ള, ഇതിനു മുമ്പ് വേദന കുറയ്ക്കാൻ താമസിക്കുമെന്നുള്ളതായിരുന്നു മുമ്പുണ്ടായിരുന്നൊരു കൺസെപ്റ്റ്. എന്നാൽ അങ്ങനെയല്ല, അത് വേഗത്തിൽ അത് മാനേജ് ചെയ്യാമെന്നുള്ള ഒരു നിലയിലേക്ക് ഇപ്പോൾ ആയുർവേദം സ്പോർട്സ് മെഡിസിൻ്റെ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളം മുഴുവനുള്ള എല്ലാ മീറ്റ്സിലും ഇപ്പോൾ സ്പോർട്സ് ആയുർവേദയുടെ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള ട്രെയിനിങ് സംസ്ഥാന തലത്തിൽ
എല്ലാ ജില്ലയിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള, അതും കൂടുതൽ ഈ ശല്യ സ്പെഷ്യലിസ്റ്റുകൾ, അവരാണ് കൂടുതൽ ഓർത്തോപീഡിക്കും അതുപോലെ സർജിക്കലായിട്ടുള്ള ഇഞ്ചുറീസും ഒക്കെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നത് ഈ വിഭാഗത്തിലുള്ളവരാണ്. അപ്പോൾ ആ ശല്യ വിഭാഗത്തിലുള്ള സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാരെ തന്നെ തിരഞ്ഞെടുത്ത് അവർക്ക് സ്പോർട്സ് മെഡിസിനിലുള്ള ട്രെയിനിങ്ങും കൂടി കൊടുത്ത് സജ്ജരാക്കിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊരു മേഖലയാണ് മാനസികാരോഗ്യം. മാനസികാരോഗ്യ ചികിത്സയിൽ ആയുർവേദത്തിന്റെ പങ്കിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും മാനസിക രോഗങ്ങൾ അധികരിച്ചു വരികയും ചെയ്യുന്നത്, അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും മുതലായ ആസക്തിജന്യ രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതിൻ്റെ വെളിച്ചത്തിൽ കോഴിക്കോട് ജില്ലയിൽ മാനസികാരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ചികിത്സയും പ്രതിരോധവും ബോധവൽക്കരണവും എല്ലാം ചേർന്നതാണ് ഈ പദ്ധതി. നമ്മുടെ സമൂഹത്തിൽ 2016 ഒരു സർവേ പ്രകാരം 11.36% ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ ആവശ്യമായിട്ടുള്ള മാനസിക രോഗം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ആത്മഹത്യകൾ നോക്കുകയാണെങ്കിൽ 95% ആത്മഹത്യകളും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരതീയ ചികിത്സാ വകുപ്പ് അതിൽ ആയുർവേദത്തിൻ്റെ മെച്ചവും മനസ്സിലാക്കിയിട്ടാണ്, ഇതൊരു ദീർഘകാലാനുബന്ധിയായ രോഗമാണ് മാനസിക രോഗം എന്ന് പറയുന്നത്. അത് ദീർഘകാലത്തുള്ള ചികിത്സ ആവശ്യമാണ്. അത് വീണ്ടും പുനരാവർത്തിക്കാവുന്നതാണ്. പല എപ്പിസോഡുകളിലായിട്ട് വീണ്ടും വീണ്ടും വരാവുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും ആധുനിക ചികിത്സ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു എപ്പിസോഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വീണ്ടും വരാതിരിക്കാൻ ദീർഘകാലം കഴിക്കുമ്പം പല സൈഡ് എഫക്റ്റുകളും അനുഭവപ്പെടാറുണ്ട്. അപ്പം ഈ ഒരു മേഖലയിൽ ആയുർവേദ ദീർഘകാലാടിസ്ഥാനത്തിൽ ഔഷധ സേവ വേണ്ടി വരുന്ന ഘട്ടത്തിൽ ആയുർവേദ ചികിത്സ കൊണ്ട് വളരെയധികം പ്രയോജനം ഈ രോഗികൾക്ക് കിട്ടുമെന്ന് നമ്മുടെ വിവിധ പദ്ധതികളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ ഗരീം എന്ന് പറഞ്ഞ കോട്ടയ്ക്കൽ ഗവൺമെൻറ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഉണ്ട്. അവിടെ നമ്മൾ നടത്തിയിട്ടുള്ള വിവിധ ചികിത്സാ പദ്ധതികളിൽ നിന്ന് നമുക്കിത് വ്യക്തമായിട്ടുള്ളതാണ്. വർഷം തോറും 3000-ഓളം രോഗികൾ ആ സ്ഥാപനത്തിൽ ചികിത്സ തേടി സുഖപ്പെട്ടു വരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ജില്ലാ തലത്തിലും മാനസികാരോഗ്യ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. 14 ജില്ലകളിലും ഈ മാനസികാരോഗ്യ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലും ജില്ലാ ആയുർവേദ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇതുപോലെ തന്നെയാണ് വിഷാദ രോഗ ചികിത്സയുടെ പ്രാധാന്യം. സമൂഹത്തിൽ വിഷാദം കൊണ്ടുള്ള ഡിസബിലിറ്റി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. വിഷാദത്തിൻ്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് മാറി മാറി വരികയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഡിസബിലിറ്റിയാണ്, അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ ആണ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഒന്നിലും താല്പര്യമില്ലായ്മയാണ്, അതുപോലെ പരാജയഭീതിയാണ്, അതുപോലെ തന്നെ ഡിസ്ഫങ്ഷനിങ് ആണ്, കർമ്മക്ഷമത കുറയുന്നതാണ്. ഇങ്ങനെ പല രീതിയിൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ശരിക്കും വിഷാദം ഇതെല്ലാം കൂടി ചേർന്നതാണെന്നുള്ളതാണ് വാസ്തവം. ഇന്നിപ്പം ഏറ്റവും പ്രധാനമായിട്ട് എനിക്കിവിടെ പറയാനുള്ളത് സുശ്രുത സംഹിതയിൽ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട സുശ്രുത സംഹിതയിൽ ഈ വിഷാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അസിദ്ധി ഭയാത് കർമ്മസു സാധോ വിഷാദ. അതായത് അസിദ്ധി ഭയം, ജയിക്കുമോ എന്നുള്ള ഭയം, ഫിയർ ഓഫ് ഫെയിലിയർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അസിദ്ധി ഭയം കൊണ്ട് കർമ്മസു സാധം, സാധം എന്ന് വെച്ചാൽ തളർച്ച, വീക്ക്നെസ്, കുറവ്, ഇതൊക്കെയാണ് കർമ്മങ്ങളിലുള്ള കുറവ്. ആ ഒരു ഡിസ്ഫങ്ഷനിങ് ആണ് അത് ഉദ്ദേശിക്കുന്നത്, ആ ഡിസബിലിറ്റി. അപ്പം നമ്മൾ വർഷങ്ങൾക്ക് ശേഷവും ആ വിഷാദത്തിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മൾ വിഷാദത്തെക്കുറിച്ച് ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ളത് കുട്ടികളുടെ ഇടയിൽ, അതും 10 വയസ്സ് മുതൽ 24 വയസ്സുള്ളവരുടെ ഇടയിൽ വിഷാദം രണ്ടാമത്തെ പ്രധാന കാരണമാണ് ആത്മഹത്യക്ക് എന്നാണ് കണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഈ ഒരു വിഷാദത്തിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ക്ഷമതയെ ഇത് വളരെയേറെ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിഷാദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വിഷാദത്തിൻ്റെ ചികിത്സ, അതിനെതിരെയുള്ള ബോധവൽക്കരണം, അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ, അതിനുവേണ്ടി ഉള്ള ബോധവൽക്കരണങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഹർഷം എന്ന പേരിൽ നാഷണൽ ആയുഷ് മിഷൻ്റെ സഹായത്തോടെ ഭാരതീയ ചികിത്സാ വകുപ്പിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതി. ഇത് സമൂഹത്തിൽ വിഷാദത്തെ ചെറുക്കുന്നതിനും വിഷാദം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. സാന്ത്വന ചികിത്സയിലും ആയുർവേദം വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട് അല്ലേ? ജീവിത ദൈർഘ്യം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ പരിചരണം ഇന്ന് നമ്മുടെ സമൂഹത്തിന് വലിയൊരു പ്രാധാന്യം നൽകേണ്ടി വന്നിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് അരികെ എന്നും സ്നേഹധാര എന്ന പേരിലും 2 പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്.
അരികെ എന്നത് അതിന് പ്രൈമറി യൂണിറ്റ് ഉണ്ട്, സെക്കൻഡറി യൂണിറ്റ് ഉണ്ട്, ടെർഷറി യൂണിറ്റ് ഉണ്ട്. പ്രൈമറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 82 ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറികളിലുമാണ് ഇതിൻ്റെ പ്രൈമറി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അതുപോലെ സെക്കൻഡറി യൂണിറ്റ് നേരത്തെ പറഞ്ഞ 9 ആയുർവേദ ആശുപത്രികളെ ബേസ് ചെയ്താണ് സെക്കൻഡറി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ടെർഷറി യൂണിറ്റ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ 10 ബെഡാണ് ഇതിൻ്റെ ടെർഷറി യൂണിറ്റിന് വേണ്ടി 10% എല്ലാ ജില്ലാ ആയുർവേദ ആശുപത്രികളുടെയും മാറ്റിവെക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. ഈ നവകേരള ആശയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ അരികെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്നേഹധാര എന്ന പദ്ധതി. അതായത് അശരണരായ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹധാര. കാരുണ്യ എന്നത് നാഷണൽ ആയുഷ് മിഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സാന്ത്വന ചികിത്സാ പദ്ധതിയാണ്. അപ്പം എല്ലാ പഞ്ചായത്തുകളിലും പ്രൈമറി യൂണിറ്റുകളിലായിട്ട് നമ്മൾ 5000-ഓളം പേരെ പ്രതിവർഷം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി യൂണിറ്റ് വഴി 110ഓളം പേർക്ക് നമ്മൾ ചികിത്സ നൽകി വരുന്നുണ്ട്. ഇതാണ് സാന്ത്വന ചികിത്സയ്ക്കുള്ള നമ്മുടെ പദ്ധതികൾ. ഭാരതീയ ചികിത്സാ വകുപ്പ് നടത്തിവരുന്ന വൃദ്ധജന പരിപാലന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കാമോ ഡോക്ടർ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 16.5% ആളുകളും വൃദ്ധജനങ്ങളാണ്. ഇത് നാഷണൽ ആവറേജിന് മുകളിലാണ്. നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പം വൃദ്ധജനങ്ങൾക്ക് വേണ്ടി ഉള്ള പദ്ധതി നമ്മൾ ജില്ലാ ആയുർവേദ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാണ് അത് നടത്തി വരുന്നത്. അവർക്ക് കിടത്തി ചികിത്സയ്ക്കുള്ളതും അതിനുള്ള മരുന്നുകൾ, ഫ്രീ ആയിട്ടുള്ള മരുന്നുകൾ, അവർക്ക് വേണ്ടി ഉള്ള പഞ്ചകർമ്മ ചികിത്സകൾ, ഇതെല്ലാം കൊടുക്കാനുള്ളൊരു പദ്ധതിയാണത്. ഇതുപോലെ തന്നെ അശരണരായ വൃദ്ധജനങ്ങളെ പാർപ്പിച്ചിട്ട് പരിചരിക്കുന്ന സർക്കാർ വയോജന കേന്ദ്രങ്ങളുണ്ട്. അവിടെയും നമ്മൾ വയോമൃതം എന്ന പേരിൽ ഒരു വൃദ്ധജന പരിപാലന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇപ്പോൾ. ഇതിന്റെ ചികിത്സകൾക്കും പ്രതിരോധത്തിനും വേണ്ടി വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാമോ? ഇന്ന് നമുക്ക് പക്ഷാഘാതം വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് കേരളത്തിൽ. 1,00,000 വരുന്ന ജനസംഖ്യയ്ക്ക് 120 മുതൽ 140 വരെ കേസസ് പ്രതിവർഷം ഉണ്ടാകുന്നുണ്ടെന്നാണ് കണ്ടുവരുന്നത്. അതിനുവേണ്ടി ഈ പക്ഷാഘാത ചികിത്സാ പ്രതിരോധ പദ്ധതിയായിട്ട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നമ്മൾ പുനർനവ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. സമൂഹത്തിലെ സ്ട്രോക്ക് റേറ്റ് കുറച്ചു കൊണ്ടുവരാനും പക്ഷാഘാതം വന്നവർക്ക് ആരോഗ്യ പരിചരണം നൽകുന്നതിനും അവർക്ക് വീണ്ടും വരാതിരിക്കാനുള്ള സെക്കൻഡറി പ്രിവെൻഷന് വേണ്ടിയിട്ടും പിന്നെ അവരുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയായിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പ്രസൂതി പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കുന്നത്? പ്രസൂതി ചികിത്സ എന്ന് പറയുന്നതിൽ പ്രസൂതി എന്നുള്ള വാക്ക് തന്നെ പ്രസവം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ആരോഗ്യമുള്ള ഗർഭകാലം, അതുപോലെ തന്നെ പ്രസവ അനന്തര പരിചരണം, നവജാത ശിശു പരിചരണം, ഈ മൂന്ന് സ്റ്റേജിലും അവർക്ക് വേണ്ട ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഔഷധങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണവും, ശരിയായ രീതിയിൽ ഔഷധങ്ങൾ എടുക്കുക, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് തന്നെയാണ് ഈ പ്രസൂതി പദ്ധതി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസൂതി പ്രോജക്റ്റുള്ള ഇതിലെല്ലാം നമ്മൾ പ്രസൂതി സ്പെഷ്യലിസ്റ്റിനെയാണ് വെക്കുന്നത്. അവർ ഇൻഫെർട്ടിലിറ്റി കേസസും മാനേജ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനകത്ത് സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഇത് ചെയ്യുന്നുണ്ട്. ആ കൂടെ തന്നെ അവരുടെ പാർട്ട്നേഴ്സ് വരുമ്പം അവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ ആ പദ്ധതിയിൽ കൂടി തന്നെ കൊടുക്കാറുണ്ട്. അവരുടെ നിർദ്ദേശത്തിൽ, അവരുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. അതിന് വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യലിസ്റ്റുകളാണ് നമുക്ക് പ്രസൂതി പദ്ധതിയിലുള്ളത്. അവർ പരമാവധി നമ്മുടെ നാട്ടിലുള്ളവർ അത് പ്രയോജനപ്പെടുത്തിയാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, കണ്ടമാനം മരുന്നുകളൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നതിന് യാതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള യാതൊരു മേൽനോട്ടവുമില്ലാത്ത ചികിത്സാ രീതികളും മരുന്നുകളുമൊക്കെ സ്വീകരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിലൂടെ രോഗശാന്തിക്കും പ്രതിരോധത്തിനും ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി നിരവധി പദ്ധതികൾ വകുപ്പ് നടപ്പാക്കി വരുന്നു. ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന വിലപ്പെട്ട സമയം നമുക്കായി മാറ്റിവെച്ച ഡോക്ടർക്ക് നന്ദി അറിയിക്കുകയാണ്. വളരെ നന്ദി ഇങ്ങനെയൊരു അവസരം തന്നതിന്. ഭാരതീയ ചികിത്സാ വകുപ്പ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലത എസുമായി ഡോക്ടർ സൂര്യ VS നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി